സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ചെയ്യുവാനുള്ള ഒരു ചോദ്യം. സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ തിയറി, സമയം, സ്ഥലം എന്നിവ ക്രമീകരിച്ച് പകലിന്റെ ദൈർഘ്യം പ്രദർശിപ്പിക്കുക. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സൺക്ലോക്ക് തുറന്നതിന് ശേഷം ആദ്യം സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കണം. പിന്നീട് തീയതി ഡിസംബർ 21 ആക്കണം. അതുപോലെ സ്ഥലം ന്യൂഡൽഹിയായി ക്രമീകരിച്ചിട്ട് സോളാർ സമയവും പകലിന്റെ ദൈർഘ്യവും പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പിന്നീട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യണം. ഹോമിലെ X10ൽ സേവ് ചെയ്യണം. നമുക്കിത് ചെയ്തു നോക്കാം. സൺക്ലോക്ക് തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നതിന് നേരെ സൺക്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടൂൾ ബോക്സ് കാണുന്നതിന് വേണ്ടി ഇവിടെ സൺക്ലോക്ക് മാപ്പ് വിൻഡോയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ടൂൾ ബോക്സ് പ്രത്യക്ഷമായി കഴിഞ്ഞു. ഇനി ചെയ്യുവാനുള്ളത് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക എന്നതാണ്. അതിനിവിടെ കാണുന്ന എക്സ്ക്ലമേഷൻ മാർക്ക് അഥവാ അതിശയ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ അതിശയ ചിഹ്നത്തിന്മേൽ ക്ലിക്ക് ചെയ്യുന്നു. സമയമേഖലാ ഭൂപടം പ്രത്യക്ഷമായിട്ടുണ്ട്. ഈ വിൻഡോയെ മാക്സിമൈസ് ചെയ്യുന്നു. അടുത്തതായി ചെയ്യുവാനുള്ളത് തീയതി ഡിസംബർ 21 ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ തീയതി ശ്രദ്ധിക്കുക. ഫ്രൈഡേ 22 ഫെബ്രുവരി 2019 നമുക്ക് വേണ്ടത് ഡിസംബർ 21. അപ്പോൾ ഡിസംബർ 21 പോകണമെങ്കിൽ ഇവിടെ നിന്ന് പിറകിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പിന്നിലേക്കാണ് പോകേണ്ടത്. 2 മാസം പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ 2 മാസം പിന്നിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഇവിടെ ജി എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രസ് വാല്യൂ 1 മാസമായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ജിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 1 അവർ എന്നാണ് കാണുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. 1 ഡേ എന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. 7 ഡേയ്സ് എന്നായി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. 30 ഡേയ്സ് എന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നിലേക്ക് 1 മാസം പോകണമെങ്കിൽ ബി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബി എന്നതിൽ മൗസ് പോയിന്റർ എത്തിക്കുമ്പോൾ -30 എന്ന് കാണാവുന്നതാണ്. അവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുകയാണ്. ഒരു വട്ടം ക്ലിക്ക് ചെയ്തപ്പോൾ ജനുവരിയായി മാറിക്കഴിഞ്ഞു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഡിസംബറായി മാറിക്കഴിഞ്ഞു. ഡിസംബർ 21 നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ 24. വീണ്ടും പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. 3 ദിവസം പിന്നിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രസ് വാല്യൂ 1 ഡേ ആക്കേണ്ടതുണ്ട്. 1 ഡേ എന്നാക്കി. ഇനി ബാക്കിലേക്ക് പോകാൻ വേണ്ടി ബി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ് ഇവിടെ 23 കഴിഞ്ഞു. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. 22 ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. 21 തീയതി ഡിസംബർ 21 ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനി സ്ഥലം ന്യൂഡൽഹിയായി ക്രമീകരിക്കേണ്ടതുണ്ട്. സോളാർ സമയവും പകലിന്റെ ദൈർഘ്യവും പ്രദർശിപ്പിക്കേണ്ടതുമുണ്ട്. സ്ഥലം ന്യൂഡൽഹിയായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ന്യൂഡൽഹിയുടെ അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥലം ന്യൂഡൽഹിയായി കഴിഞ്ഞു. ഇനി സോളാർ സമയവും പകലിന്റെ ദൈർഘ്യവും പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ടൂൾ ബോക്സിൽ എസ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സോളാർ ടൈം വന്നു കഴിഞ്ഞു. പകലിന്റെ ദൈർഘ്യം ഇവിടെ കാണാൻ കഴിയും. ഡേ ലെന്ത് 10 മണിക്കൂർ 12 മിനിറ്റ് 58 സെക്കൻഡ്. ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക മാത്രമാണ് ചെയ്യുവാനുള്ളത്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി കീബോർഡിൽ പ്രിന്റ് സ്ക്രീൻ എന്ന കീയിൽ അമർത്തുന്നു. സേവ് ഇൻ ഫോൾഡർ X10 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിക്ചേഴ്സ് എന്നത് മാറ്റിയിട്ട് അതർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ X10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഓപ്പൺ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ഇൻ ഫോൾഡർ X10 ആയി കഴിഞ്ഞു. ഇനി ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് അണ്ടർസ്കോർ 3ാം ഗ്രൂപ്പ് ചോദ്യമായതുകൊണ്ട് 3 എന്നുകൂടി കൊടുക്കുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ ചെയ്യുവാനുണ്ടായിരുന്നത്.